വ്യത്യസ്തമുണ്ടായി. നമ്മുടെ തലസ്ഥാന നഗരിയിൽ കണ്ടില്ലേ, പാളയത്ത് ഉയർന്നു നിൽക്കുന്നു കുരിശ് പള്ളി. ആ കുരിശ് പള്ളിയിൽ നിന്ന് മുഴങ്ങുന്ന മണിനാഥം കേൾക്കും എല്ലാ ദിവസവും. തൊട്ടപ്പുറത്തുണ്ട് ഇമാമിൻ്റെ മുസ്ലിം ദേവാലയം. അവിടെയുള്ള ബാങ്ക് വിളിയുടെ ശബ്ദഘോഷങ്ങൾ കേൾക്കും. തൊട്ടടുത്തുണ്ട് ഹൈന്ദവ ക്ഷേത്രം, ഗണപതി കോവിൽ. ആ ക്ഷേത്ര സന്നിധാനത്ത് വരുന്ന ശംഖനാദവും മണിനാദവും അതും കേൾക്കും. ഈ വ്യത്യസ്തമായ വിശ്വാസങ്ങളുടെ ശംഖനാദവും പള്ളിധ്വനിയും ബാങ്കുവിളിയും എല്ലാം കൂടി ചേർന്ന് ഉയരുമ്പോൾ കേൾക്കുന്ന അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ആത്മചൈതന്യവും ആത്മബോധവും. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രവിശാലത, എല്ലാറ്റിനെയും സമാദരിക്കുന്ന ഉത്ബുദ്ധത, എല്ലാറ്റിനെയും സഹിഷ്ണുതയിൽ കാണാൻ കഴിയുന്ന ആത്മബോധം. ഇതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതി. ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതി മറ്റു രാജ്യത്തും കാണാൻ കഴിയില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനെയെല്ലാം തന്നെ സമാധാനപൂർവ്വം കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാൻ കഴിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ ഏറ്റവും സമർപ്പിതമായ ആത്മവിശ്വാസം, ആത്മബോധം. അതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന കരുത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള നിൽക്കുന്ന ഒരു ചൈതന്യമെന്ന് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുഃഖങ്ങളും വേദനകളും ഓരോ ആളുകളെയും പല പല ബാധിക്കും. വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടാകും, രോഗത്തിൻ്റെതാകാം, സാമ്പത്തികമായിരിക്കാം, കുടുംബ ബന്ധമായിരിക്കാം. അതെല്ലാം ഉണ്ടെങ്കിലും ആ മാനസികമായി നിങ്ങളും ഞാനും അനുഭവിക്കുന്ന സംഘർഷങ്ങളും സംഘാതങ്ങളും അതിനെല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് സമാധാന ജീവിതത്തിൻ്റെ കർമ്മവീഥികൾ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കരുത്തും ശക്തിയും ചൈതന്യം നമുക്കുണ്ടായിരിക്കും. ആ ചൈതന്യവും കരുത്തും നൽകുന്നതാണ് ഇതുപോലുള്ള മഹോത്സവം. വ്യത്യസ്തമായ നിരവധി മഹോത്സവമാണ്. ഇതെല്ലാമാണ് കാണാൻ കഴിഞ്ഞത്. അടുത്ത കാലത്താണ് തലസ്ഥാന നഗരിയിൽ വലിയൊരു നടന്നത്. സ്ത്രീകളുടെ ശബരിമല എന്ന് പറയും. ആ ഭക്തിപരമായ ചടങ്ങുകൾ കഴിഞ്ഞ് ഒരു മണിക്കൂറിനകം ആ മഹാനഗരം എല്ലാം തന്നെ ശുചീകരണപ്രവർത്തനം പൂർത്തീകരിക്കുകയുണ്ടായി. ഞാനത് പറഞ്ഞത് നമ്മുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് പറയാൻ. ആ വിശ്വാസത്തിൻ്റെ ഐക്യദാർഢ്യം